നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം. മഖ്ബറയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപ കവർന്നു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുലക്കാട്ടുകരയിൽ പരസ്യ മദ്യപാനം തടഞ്ഞതിന് യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ 6 യുവാക്കൾ കൂടി അറസ്റ്റിൽ. തൃശൂർ കോനിക്കര തലോർ സ്വദേശികളായ ആഷിഖ്, ജിത്തു, അമൽ, ഗോകുൽ, അതുൽ, സൂരജ് എന്നിവരാണ് പിടിയിലായത്. തീരദേശത്ത് വീണ്ടും സിന്തറ്റിക് മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. പൊരിബസാർ അഞ്ചങ്ങാടി പുലക്കാപ്പറമ്പിൽ ലാൽ കൃഷ്ണയെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം. മഖ്ബറയിലെ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. ഹബീബ് ഇബ്നു മാലിക്കിന്റെയും ഖുമരിയ ബീവിയുടെയും ഖബറിടമുള്ള മഖ്ബറയിലാണ് മോഷണം നടന്നത്. പള്ളിയുടെ പിറകുവശത്തെ വാതിൽ കുത്തി തുറന്ന് അകത്തു കയറിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപ കവരുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് മോഷണം നടന്നത്. മോഷ്ടാവിൻ്റേതെന്ന് കരുതുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. രാവിലെ പള്ളിയിലെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ പുലക്കാട്ടുകരയിൽ പരസ്യ മദ്യപാനം തടഞ്ഞതിന് യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ 6 യുവാക്കൾ കൂടി അറസ്റ്റിൽ. തൃശൂർ കോനിക്കര തലോർ സ്വദേശികളായ ആഷിഖ്, ജിത്തു, അമൽ, ഗോകുൽ, അതുൽ, സൂരജ് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 പെൺകുട്ടികൾ കുളിക്കുന്ന പുഴക്കടവിൽ മദ്യപാനം തടഞ്ഞതാണ് ആക്രമണത്തിന് കാരണമായത്. പുലക്കാട്ടുകര സ്വദേശി ബിനുവിനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി ക്രൂരമായി തല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ബിനുവിന്റെ അയൽവാസി രമേശിനെ ആളുമാറി അക്രമി സംഘം ബിയർ കുപ്പി കൊണ്ട് തലക്കടിക്കുകയും ചെയ്തു. 14 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ബിനു പറഞ്ഞിരുന്നു. അതേസമയം അക്രമി സംഘത്തിലെ പകുതി പേരെ കൂടി പിടികൂടാനുണ്ട്. ചാലക്കുടി DYSP TS സിനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തീരദേശത്ത് വീണ്ടും സിന്തറ്റിക് മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. പൊരിബസാർ അഞ്ചങ്ങാടി പുലക്കാപ്പറമ്പിൽ ലാൽ കൃഷ്ണയെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. പൊരിബസാറിൽ പ്രവർത്തിച്ചു വരുന്ന കമ്പനിയിലെ ജീവനക്കാരനായ പ്രതി ജീവനക്കാർക്ക് കമ്പനി എടുത്തു നൽകിയ വാടക കെട്ടിടത്തിന്റെ മറവിലാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തി വന്നിരുന്നത്. പ്രതിയിൽ നിന്നും 6.60 ഗ്രാം MDMA പിടിച്ചെടുത്തു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പണി പൂർത്തീകരിച്ച വനിതാ വ്യവസായ യൂണിറ്റ് ഉദ്ഘാടനം നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. പുത്തഞ്ചിറ പഞ്ചായത്തിൽ വെള്ളൂർ പിണ്ടാണി പാറമേൽ തൃക്കോവിൽ ക്ഷേത്രത്തിന് സമീപമുള്ള വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥലത്താണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന അനിൽകുമാർ, മെമ്പർമാരായ ബീന സുധാകരൻ, രമ രാഘവൻ, അസ്മ ബി ലത്തീഫ്, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംഗീത അനീഷ്, മെമ്പർമാരായ ശൈലജ സന്തോഷ്, VN രാജേഷ്, MM ഷമേജ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MP സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO ലോഹിതാക്ഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുത്തഞ്ചിറ GUP സ്കൂളിൽ മഞ്ഞിൻ കൂടാരം സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AS സാബു അധ്യക്ഷനായി. വെള്ളാങ്കല്ലൂർ അസിസ്റ്റന്റ് സെക്രട്ടറി സുജൻ പൂപ്പത്തി മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് മെമ്പർ അഡ്വക്കേറ്റ് ശശികുമാർ ഇടപ്പുഴ, വാർഡ് മെമ്പർ MP സോണി, വിജിത ദിലീപ്, പ്രധാനാധ്യാപിക AS സുനിത, KV ശിവൻ, ഷിജി ഷൈജു, ജീന ജോസ്, ക്യാമ്പ് കോർഡിനേറ്റർ CS സജിത എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി പാലിശ്ശേരി SNDP സ്കൂൾ അധ്യാപിക വിനിത മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ക്യാമ്പ് നാളെ സമാപിക്കും. മടികടിക്കേണ്ടതില്ല. മറ്റൊന്ന്, ഞാനൊരു താളവാദ്യ വിദ്യാർത്ഥിയല്ല, ഒരു കലാകാരനാണ്. അപ്പൊ അത് താളവും ശ്രുതിയൊക്കെ നമ്മുടെ ജീവിതമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ല എന്നുള്ളത് നിങ്ങൾ കേട്ടല്ലോ. സ്വരച്ചേർച്ച, സ്വരം എന്നുള്ളതാണ്. ആദ്യം വചനം ഉണ്ടായി എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഒരു ശബ്ദം ഉണ്ടായി എന്നാണ് പറയുന്നത്. മഹാവിസ്ഫോടന സിദ്ധാന്തത്തിൽ ബിഗ് ബാങ്ങിൽ പറയുന്നത് എന്തോ ധൂളികളൊക്കെ പൊട്ടിത്തെറിച്ച് ഈ പ്രപഞ്ചത്തിന് തുടക്കമായി എന്ന് പറയും. അന്നും ശബ്ദമുണ്ട്. മാള ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് അണ്ണല്ലൂർ അനുപമ വയോജന ക്ലബ്ബ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾ നടത്തി.
പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ആന്റണി ആച്ചാണ്ടി അധ്യക്ഷത വഹിച്ചു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ ചന്ദ്രൻ, കെ അജയകുമാർ, സിസ്റ്റർ മേരിക്കുട്ടി, സുജ ആന്റണി, നിക്സൽ സേവിയർ, ജെയ്സൺ തീതായി, തോമസ് കാച്ചപ്പള്ളി, ജോസ് ചെരടായി എന്നിവർ സംസാരിച്ചു. വാളാക്കോട്ടമുറി പൂക്കളത്ത് ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമി ഭഗവതി ക്ഷേത്രത്തിൽ കളമ്പാട്ടുത്സവം ആഘോഷിച്ചു. കളഭാഭിഷേകം, കളമെഴുത്തുപാട്ട് എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, തായമ്പക, ഗുരുതി തർപ്പണം, വിഷ്ണുമായ ചാത്തൻ സ്വാമിക്ക് രൂപക്കളം എന്നിവ ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിൽ മോഷണം. മഖ്ബറയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപ കവർന്നു. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പുലക്കാട്ടുകരയിൽ പരസ്യ മദ്യപാനം തടഞ്ഞതിന് യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ 6 യുവാക്കൾ കൂടി അറസ്റ്റിൽ. തൃശൂർ കോനിക്കര തലോർ സ്വദേശികളായ ആഷിഖ്, ജിത്തു, അമൽ, ഗോകുൽ, അതുൽ, സൂരജ് എന്നിവരാണ് പിടിയിലായത്. തീരദേശത്ത് വീണ്ടും സിന്തറ്റിക് മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. പൊരിബസാർ അഞ്ചങ്ങാടി പുലക്കാപ്പറമ്പിൽ ലാൽ കൃഷ്ണയെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.